വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സക്കറിയ പുസ്തകം 9-ാം അധ്യായം. ജാതികളിലെ ന്യായവിധി, വിനീതനായ ഈശോമിശിഹായുടെ വരവ്, സമാധാനത്തിന്റെ സ്ഥാപനം, ജനങ്ങളുടെ രക്ഷയും അനുഗ്രഹവും എന്നിവയെക്കുറിച്ചാണ്. ദൈവം തന്റെ ജനത്തെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കും. ഭാവിയിൽ വിനീതനായ രാജാവായ മിശിഹ കഴുതപ്പുറത്തു വരും. അവൻ സമാധാനം കൊണ്ടുവരും. ദൈവത്തിന്റെ വചനം ഹദ്രാക്ക് ദേശത്തും ദമാസ്കസിലും ഹമാത്തിലും സീദോനിലും ടൈറിലും ഫെലിസ്ത്യ നഗരങ്ങളിലും എത്തുന്നു. ഗാസ കഠിന വേദനയാൽ പുളയും. അവരുടെ അഭിമാനമില്ലാതാകും. യഹോവ തന്റെ ജനത്തെ സംരക്ഷിക്കും. ശത്രുക്കൾ അവരെ വീണ്ടും അടിച്ചമർത്തുകയില്ല. ദൈവം തന്റെ നിയമത്തിന്റെ രക്തം കൊണ്ട് ജനങ്ങളെ തടവിൽ നിന്ന് മോചിപ്പിക്കും. യഹൂദയായും എഫ്രായിമും ദൈവത്തിന്റെ വില്ലും അമ്പും പോലെ ആയിരിക്കും. യഹോവ തന്റെ ജനത്തോടൊപ്പം യുദ്ധം ചെയ്യും. അവർ ശത്രുക്കളെ ജയിക്കും. ദൈവം തന്റെ ജനത്തെ ഇടയൻ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കും. അവർ അവന്റെ ആലയത്തിലെ രത്നങ്ങളായി തെളിയും. സമൃദ്ധിയും സന്തോഷവും ജനങ്ങൾക്ക് ലഭിക്കും. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി ആർപ്പു വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. സക്കറിയ 9-ാം അധ്യായം 9-ാം തിരുവചനം. സക്കറിയ പുസ്തകം 10-ാം അധ്യായം. ദൈവത്തിന്റെ ഇടയൻ, വ്യാജ ഇടയന്മാരുടെ ശിക്ഷ, ജനങ്ങളുടെ പുനർസ്ഥാപനം, ദൈവത്തിന്റെ ശക്തിയും അനുഗ്രഹവും എന്നിവയെക്കുറിച്ചാണ്. യഹോവ തന്റെ ജനത്തെ തിരികെ കൊണ്ടുവരും. അവരെ ശക്തിപ്പെടുത്തും. അവന്റെ നാമത്തിൽ അവർ ജീവിക്കും. ജനങ്ങൾ മഴയ്ക്കായി യഹോവയോട് അപേക്ഷിക്കണം. അവൻ മഴയും വിളവും നൽകും. യഹൂദയിൽ നിന്ന് നേതാക്കന്മാർ, യുദ്ധവീരന്മാർ ഉയരും. അവർ ശത്രുക്കളെ ജയിക്കും. യഹോവ അവരുടെ കൂടെ ഉണ്ടാകും. യഹോവ യഹൂദിയെയും ജോസഫിനെയും ശക്തിപ്പെടുത്തും. അവരെ തിരികെ കൊണ്ടുവരും. അവർ ഈജിപ്ത് കടലിലൂടെ പോകുമ്പോൾ ഞാൻ ഓളങ്ങളെ അടിക്കും. നൈലിന്റെ ആഴങ്ങൾ വറ്റിപ്പോകും. അസ്രിയയുടെ അഹങ്കാരം ശമിക്കും. ഈജിപ്തിന്റെ ചെങ്കോൽ നീങ്ങിപ്പോകും. ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും. അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും. കർത്താവ് അരുളി ചെയ്യുന്നു. സക്കറിയ 10-ാം അധ്യായം 11-ഉം 12-ഉം തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങൾ ജ്വലിപ്പിക്കണമേ. ആമേൻ.